വലിയ കോസ്റ്റ് വരുന്നൊരു ഏരിയ ആണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ പടം 15 ദിവസം ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് സാറിന്റെ അടുത്തേക്ക് ഈ ഒരു ഐഡിയ പിച്ച് ചെയ്ത് വരുന്നതെന്ന് തോന്നുന്നു. ഓൾറെഡി തുടങ്ങിയ ഒരു സിനിമയ്ക്ക് കൈ കൊടുക്കുന്നത് ആദ്യമായിട്ടല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഫ്രൈഡേ ഫിലിംസും അല്ലെങ്കിൽ വിജയബാബുമായിട്ടൊന്നും എനിക്ക് യാതൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം എന്നെ വിളിച്ചു കഴിഞ്ഞ് കാണണമെന്ന് പറയുന്നു. അങ്ങനെ കണ്ട് ഇതിന്റെ ഒരു 1 ലൈൻ പറയുന്നു. അപ്പൊ പിന്നെ ഞാൻ അത് സ്ക്രിപ്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് വായിച്ച്, അപ്പൊ അതിൽ ഞാൻ കൺവിൻസിങ് ആയതിനു ശേഷമാണ് ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്താക്കുന്ന സിനിമകളിൽ നിന്ന് എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ്. ആട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഹ്യൂമർ മാത്രം ഉള്ള കുത്തി നിറച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിനൊരു വലിയ ഓഡിയൻസ് ഉണ്ടെന്നും പിന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിനൊരു വലിയ ബിസിനസ് സാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് വന്നത്. അതായത് നമ്മുടെ സിനിമകൾക്ക് ഒരു പ്രതീക്ഷ ചെറുതായിട്ടെങ്കിലും ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഫുൾഫിൽ ചെയ്യണമല്ലോ. അപ്പൊ അത് എന്തായാലും അത് ആ രീതിയിൽ തന്നെ പോകുമെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞാൻ വന്നത്. വിജയബാബുവിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറയുന്നത് മലയാളത്തിലെ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ബഡ്ജറ്റ് ഉള്ള 5 സിനിമകളിൽ ഒരെണ്ണം എടുത്താൽ അത് ആട് 3 ആയിരിക്കും എന്നുള്ളതാണ്. എന്തായിരുന്നു ആട് 3ക്ക് ഇത്രമാത്രം വലിപ്പം കൂട്ടിച്ചേർത്തൊരു ഘടകം? ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷന് മുന്നായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഒരു വലിയ ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഈ ആടിനൊക്കെ ഇത്ര പൈസ എന്തിനാണെന്ന്. പക്ഷെ അതിനുശേഷം ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കൺവിൻസിങ് ആയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ സ്ക്രിപ്റ്റിൽ അതിനനുസരിച്ചുള്ള ഇത്തരം പൈസ സ്പെൻഡ് ചെയ്യണേനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് അതിൽ സംശയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഈ ആട് ഫസ്റ്റ് സെക്കൻഡ് നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോകമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇതിനെ വന്നാക്കുന്നത്. നമ്മളിപ്പോ ഒരു കറണ്ട് ഇതിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷെ നമ്മളൊരു വേറൊരു കാലഘട്ടം വരുമ്പോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളതില് ഈ പറയുന്ന മൊത്തം സെറ്റ് കിട്ടേണ്ട വരും. ഈ പറയുന്ന കോസ്റ്റ്യൂം ആയി കഴിഞ്ഞിട്ട് മേക്കപ്പ് അങ്ങനെയുള്ള എൻ്റെ ഈവൻ VFX ആണെങ്കിലും എല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്യണം, എന്നാലാണ് ആ ഒരു കറക്റ്റ് കാലഘട്ടത്തിലോട്ട് വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിന് ബഡ്ജറ്റ് ഇത്ര അധികം കൂടിപ്പോയത്. ഈ താരങ്ങൾ പ്രൊമോഷന് വരാത്തത് അല്ലെങ്കിൽ അതുവഴി ഒരു നിർമ്മാതാവിനുണ്ടാകുന്ന നഷ്ടം, അതൊക്കെ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 9-ാം തീയതി കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ ഒരു പ്രസ് മീറ്റിൽ വേണുകൃഷ്ണൻ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രൊമോഷന് താരങ്ങൾ വരാതിരിക്കുകയും എന്നാൽ ഒരു പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അവർ കാണിക്കുന്ന ഒരു കാർക്കശ്യം, ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാദം. ശരിക്കും പ്രൊമോഷന് വരാൻ വേണ്ടി കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ താരങ്ങളുടെ? ഈ മലയാളം ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ചില ആൾക്കാർ ഒരു മടിയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ക്യാമറ മെയിൻ ചെയ്യുന്ന മീൻസ് ഇതേപോലത്തെ ഇന്റർവ്യൂ കാര്യങ്ങളിലൊക്കെ വരാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവായിരിക്കും. അപ്പൊ അത് ഇപ്പൊ ഞാനിപ്പോ ഒരാളെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇത് ഫേമസ് ആണ്, പുള്ളി ഇന്ന കാര്യത്തിൽ ഫേമസ് ആണെന്നുണ്ടെങ്കിൽ എന്റെ ചോയ്സ് ആണ്. അതായത് ഇവന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എന്തായാലും പ്രൊമോഷൻ എന്താ ഈ സിനിമ റിലീസ് ചെയ്യണമല്ലോ. അപ്പൊ വരൂല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഒരു അഭിപ്രായമാണ്. കഥ കഥയിൽ ഇന്ന ആർട്ടിസ്റ്റ് ആണ്, അത് മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ ഈ പറയുന്ന പ്രൊമോഷൻ വന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന കാര്യമില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് നിങ്ങൾ ഇതിന് വരണം, അല്ലെങ്കിൽ ഇന്ന പ്രൊമോഷൻ വരണം എന്ന് പറയും. അപ്പൊ അവർക്ക് ഇപ്പൊ ആ സമയത്ത് അവർ വരാൻ പറഞ്ഞിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവരോട് പറയാം. നമുക്കറിയില്ല അങ്ങനത്തെ ഇതാണ്. ഇപ്പൊ ഞാൻ ചെയ്താക്കുന്ന സിനിമകളിൽ അങ്ങനത്തെ ഇതുവരെ ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനൊരു നമ്മളൊരു കലാകാലകളിനെ എല്ലാവരും ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന ദുബായിൽ ഖത്തറിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് വലിയ ഗംഭീര പരിപാടിയൊക്കെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിലും ഞാനിപ്പോ മനസ്സിലാക്കിയാക്കണം പറഞ്ഞ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. അതായത് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൊത്തം ലോകത്തുള്ള ജനങ്ങളെല്ലാം തിയേറ്ററിൽ കൊണ്ടുപോലും നടക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ പുള്ളു ആൾക്കാർക്ക് ഒരു അറിവ് കൊടുക്കണം. ഇന്ന ദിവസം ഇന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ ഫ്രൈഡേ ഈ സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, അത് ഇന്ന സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ അതിന്റെ കൂടെ വേറെ സിനിമകൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മുടെ സിനിമ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ പ്രൊമോഷനെ കൂടി അവരെ അറിയിക്കുക, എങ്ങനെയെങ്കിലും കൊണ്ടുവരും. പിന്നെ അത് ഈ പറഞ്ഞ ജനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ പിന്നെ അതിന് ശേഷം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു സിനിമ മുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോയിക്കോടും. ഇനി കയറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ പൊക്കിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഉണ്ടാക്കണതാണ്. ആട് 3 റിലീസ് ചെയ്യുന്ന ഒരു സമയം അപ്പുറം ഇപ്പുറവും റിലീസ് ആവുന്നത് ഗംഭീര സിനിമകളാണ്. ടൈറ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ദുരന്തർ 2 അത് പാൻ ഇന്ത്യ ലെവലില് റെസ്റ്റ് ഓഫ് കേരള അതിന് ആട് 3ക്കുള്ള മത്സരം അവിടെ ഉണ്ടായിരിക്കും. ടോക്സിക്കില് കേരളത്തിൽ തന്നെ മത്സരിക്കേണ്ടി വരും, കർണാടക ആന്ധ്ര ഭാഗത്തും മത്സരങ്ങൾ വരാം. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് മറികടക്കാൻ പോവുക, അല്ലെങ്കിൽ ആട് 3 ഇതിൽ നിന്നൊക്കെ എങ്ങനെയായിരിക്കും ഒരു യുണീക് ചോയ്സ് ആവുക, അതിനെ പറ്റിയൊക്കെ ആലോചനകൾ ഉണ്ടായിരുന്നോ? അല്ലാതെ ഇപ്പൊ നമുക്ക് ഒരു സിനിമ ഇല്ലാതെ നമ്മുടെ മാത്രം ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് ആ കാലഘട്ടം ഇതൊക്കെ പോയി. സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. മലയാളം മാത്രമല്ല പല അന്യഭാഷകളിലൊക്കെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ
നമ്മൾ ഏതെങ്കിലും ഒരു ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ സിനിമ ഒരു സിനിമ ഇല്ലാത്ത ഇതാണെങ്കിൽ ഇപ്പൊ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ ഇന്നലെയൊക്കെ സിനിമ ഉണ്ടായില്ല എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്താണ്, റംസാൻ ടൈമാണ്, ആൾക്കാർ കാണൽ കുറവായിരിക്കും. അപ്പൊ അത് അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഈ ആട് 3-നെ സംബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്താക്കുന്ന ദിവസത്തിൽ ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈദ് കഴിഞ്ഞു തന്നെ ഈദിന് സ്റ്റാർട്ട് ചെയ്യണതാണ്. അതായത് ഒരു മാസം അധികം ആൾക്കാർ തിയേറ്ററിൽ പോകാതെ തിയേറ്ററിലോട്ട് വന്ന ഒരു ടൈമാണ്, ഹോളിഡേയ്സ് ഉണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വേറെ സിനിമകൾ എന്തായാലും നമ്മളെ പോലെ തന്നെ അവരും കാത്തിരിപ്പുണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം യാഥാർത്ഥ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആട് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്കാ മലയാളം മൂവിയാണ്. അപ്പൊ അതിന്റേതായ പിന്നെ ഈ ആട് സീരീസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഈ പറയുന്ന 1-2 കണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ അതൊക്കെയാണ് പ്രതീക്ഷിക്കണം. അല്ലാതെ ഈ കംപ്ലീറ്റ് കേരളത്തിലുള്ള ഈ 3.5 കോടി ജനങ്ങൾ വന്നിട്ട് സിനിമ കാണണമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു സിനിമ വിജയിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ പെർസെന്റേജ് ആൾക്കാർ സിനിമ കണ്ടാൽ മതി. അപ്പൊ അതിന് വേറെ 1-2 സിനിമകളൊക്കെ തിയേറ്ററിൽ വന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. നമ്മുടെ സിനിമ ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ജനവിഭാഗം കയറി കഴിഞ്ഞാൽ തന്നെ സിനിമ ഈ പറയുന്ന രക്ഷപ്പെടല്ലേ ഉള്ളു. ഈ സിനിമ ലാഭകരമാവുന്നതിന് പലപ്പോഴും പറയുന്ന ഒരു കണക്കുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ആട് 3യുടെ ബഡ്ജറ്റ് 50 കോടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആട് 3 ഒരു 150 കോടി കളക്ട് ചെയ്താൽ പ്രൊഡ്യൂസറിന് ലാഭമായി എന്ന് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ. അതായത് 3 ഇരട്ടി വെച്ചിട്ട്. അത് ശരിക്കും പ്രായോഗികമാണോ? അങ്ങനെ തന്നെയാണോ ലാഭക്കണക്ക് മനസ്സിലാക്കുക? ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന്റെ ഓൾമോസ്റ്റ് ഒരു 50% തിയേറ്ററുകാർ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം ബാലൻസ് വന്ന ഇതിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ അതെ നമ്മൾ അതുമല്ല നമ്മൾ ഈ കോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ കോസ്റ്റ് സിനിമക്ക് മുടക്കിയാക്കണ കോസ്റ്റ് പോകണല്ലോ, അത് കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റിലോട്ട് വന്നത്. അപ്പൊ ഇതെല്ലാം വരുമ്പോ നമ്മൾ ആക്ച്വലി കിട്ടുന്ന ഇതിന്റെ ഒരു ഈ പറയുന്ന 150 ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 35-40% ഒക്കെയാണ് ആക്ച്വലി ഷെയർ വന്നത് നമ്മുടെ കയ്യിലോട്ട് വന്നത്. ഇത് ഈ ചെലവുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഈ പറയുന്ന 150 കോടിയാണ് മുടക്കിയാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പ്രോഫിറ്റിലോട്ട് വരും. പക്ഷെ കേരളത്തിൽ പോലത്തെ ഒരു സ്ഥലത്തൊന്ന് 150 CR കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു ഫിഗർ അല്ല. ചില സിനിമകളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് മാളികപ്പുറം 100 കോടി അടിച്ചു എന്നൊക്കെ ആദ്യം പരസ്യപ്പെടുത്തിണ്ടായിരുന്നു. പിന്നെ സാറ് തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 കോടിയില്ല, അതൊരു പരസ്യം മാത്രമായിരുന്നു, 75 കോടിയെ കളക്ട് ചെയ്തിട്ടുള്ളത്. ആ ക്ലാരിഫിക്കേഷൻ എന്തിനാ വരുത്തി? അത് 100 കോടി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറയാൻ ഭയങ്കര അതിപ്പോ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ്. ഇപ്പൊ ഞാനീ പറഞ്ഞ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ മാമാങ്കത്തിൽ പല ഫിഗറുകളും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ആൾക്കാർ വന്ന് ട്രോളി നമ്മൾ ചീത്ത പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. ഞാനതാ പറഞ്ഞ മാമാങ്കം വിശ്വസിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല പറയേണ്ടത്. ആ 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അവന് അതുകൊണ്ട് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. നമുക്ക് കിട്ടിയേക്കണ പൈസ നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷെ 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സിനിമയുടെ ഏതെങ്കിലുമൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഇന്ന ആളെന്ന് പറയണില്ല, അവർക്ക് ചിലപ്പോൾ നാളെ ഒരു വേറെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ അല്ലെങ്കിൽ ഒരു ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് പറയാം എന്റെ മൂവി 100 കോടി കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എനിക്ക് അതിനെ ആവശ്യമില്ല. അപ്പൊ ഞാൻ വേറെ ആർക്കോ വേണ്ടിയും ഞാൻ വെറുതെ ആവശ്യമില്ല എന്നാണ് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇത് അറിയാവുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 100 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനിരുന്ന് കളർ ചെയ്യണമെന്നാണ് വിചാരിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് അത് എന്റെ ഫേസ്ബുക്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യില്ല. ഇത് ഈ 100 കോടിയുടെ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തില്ല. ഞാൻ പറഞ്ഞു അത് ഇതല്ല, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാമത്തെ സമയത്ത് ചെയ്ത് അത് ആവശ്യത്തിൽ കൂടുതൽ ചീത്ത കേൾക്കുക ഇതെല്ലാം കേട്ടാക്കുന്ന ആളാണ്. അപ്പൊ ഇത് അനാവശ്യമായിട്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? അപ്പൊ ഞാനതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ കളക്ഷന്റെ ഒക്കെ 100 കോടി നമ്മൾ 100% എല്ലാ സൈഡിൽ നിന്ന് ഇപ്പൊ 2018 നമ്മൾ പോസ്റ്റ് ചെയ്ത് നമുക്കറിയാം. അത് ഇത് ട്രാക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവര് 110 കോടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ 100 കോടി ചെയ്യണത്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു പ്രൊഡക്ഷന്റെ സൈഡിലേക്ക് ഒരാളെന്നിട്ട് നമുക്കൊരു ആവേശം കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ കാണിനെ സംബന്ധിച്ച് അവനത് 100 കോടി 200 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവൻ തിയേറ്ററിലോട്ട് പോകാനായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ഈ പറയണ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടി ഒരു സിനിമ ഫേമസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം സിനിമ സ്ഥിരമായിട്ട് കാണാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ സിനിമ പോയി കാണും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.